മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയവും കുളു, ഷിംല, ലാഹോൾ സ്പിതി എന്നീ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം. ഡൽഹിയിൽ കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. ഡൽഹിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, പ്രകൃതി ദുരന്തത്താൽ വലയുകയാണ് ഈ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഇടങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിവരങ്ങൾ. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 3 മാസമായി ഹിമാചൽ പ്രദേശിലെ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കാലവർഷം ഉത്തരേന്ത്യൻ മേഖലയിലേക്ക് എത്തിയതിന് പിന്നാലെ തുടർച്ചയായി മേഘവിസ്ഫോടനവും തുടർന്ന് മറ്റ് പ്രളയവും ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കിന്നോറിലാണ് മേഘവിസ്ഫോടനവും തുടർന്ന് മിന്നൽ പ്രളയവും ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് സത്ലജ് നദിക്ക് കുറുകെയുള്ള പാലം ഒലിച്ചു പോയിരിക്കുന്നു. ഇതുകൂടാതെ ഷിംല, ലാഹോൾ സ്പിതി അടക്കമുള്ള ഇടങ്ങളിലും ശക്തമായ മഴയും പ്രളയവും സാഹചര്യവും തുടരുകയാണ്. ഈ മേഖലയിൽ, കിന്നോർ മേഖലയിൽ മിന്നൽ പ്രളയമുണ്ടായ മേഖല കൂടുതൽ ജനവാസമുള്ള മേഖലയല്ല എന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഈ മേഖലയിൽ പ്രളയത്തെ തുടർന്ന് ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മേഖലയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അവർക്ക് ആവശ്യമായ മരുന്നും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിച്ചതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലും സമാനമായി തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം ഇന്ന് ഡൽഹിയിലും റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഇന്ന് പുലർച്ചെ മുതൽ അതിശക്തമായ മഴ തുടരുകയാണ്. മഴ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കും വരുന്ന 2 മണിക്കൂറുകളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നത്. കൂടാതെ ഡൽഹിയിലും പ്രളയ സാഹചര്യത്തിന് വഴിവെക്കും ഈ ശക്തമായ മഴ എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. റോഡുകളിൽ വെള്ളക്കെട്ടിനും ഒപ്പം തന്നെ ബലക്കുറവുള്ള വീടുകൾ തകർന്നു വീഴാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അനുജ, അതാണ് മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയം, പാലം ഒലിച്ചു പോകുന്ന ഒരാൾക്ക് പരിക്കേറ്റു. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡൽഹിയിലും വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ്. റെഡ് അലർട്ടാണ് ഡൽഹിയിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.